ഹലോ ചെങ്ങന്മാർ, ഒരു കാര്യമില്ലാതെ പണിക്ക് പോയി എന്നെ പിടിച്ചെത്തിക്കാണ്ട് ഓല് കോഴിക്കോട് പോവല്ലേന്ന്. ഞാനാണെങ്കിൽ ആകെ പെട്ട അവസ്ഥ, രണ്ടാളെ കുടുങ്ങിക്കാണ്ട് അനങ്ങാൻ പോലും പറ്റാതെ എന്നോട് പിടിച്ച് നിർത്തിക്കൊണ്ട് രണ്ടാളുണ്ട് അപ്പുറത്തും മുന്നിലൊരു സ്കാപ്പ് 2 സീറ്റ് ഉണ്ടായിട്ട് കൂടി നമ്മളവിടെ വിടണില്ല. ഇവനാണ് ഇതിന്റെ മെയിൻ. ഒന്ന് കണ്ടച്ചാളി ഏതായാലും നനഞ്ഞു എന്നാ പിന്നാണ്ട് സോപ്പ് വെച്ച് കുളിച്ചാരാച്ചാണ് നമ്മൾ എന്തേലും പൂളപ്പൊരിക്കണം വാങ്ങിയാട്ടി ഏതായാലും ഒരു ആഡംബരാക്കാൻ വിചാരിച്ചു. ഇവന്റെ ഒക്കെ ഒരു നാണം കണ്ട പുതിയാപ്പിള ഇറങ്ങാന്ന് അവന്റെ വിചാരം. ഇതാണ് നമ്മളെ കോഴിക്കോട് പോകുമ്പോഴുള്ള പാലട്ടാ, നല്ല അടിപൊളി ലേറ്റ് ആട്ടാ, വെറൈറ്റി ഒരു DJ സെറ്റപ്പാണ്. അങ്ങനെ ഫൈനലി നമ്മൾ റീച്ച് ആയിട്ടാ കോഴിക്കോട്. അങ്ങനെ പിന്നെ എന്നത്തും പതിവ് തെറ്റിക്കാതെ ഇവിടുന്ന് അങ്ങോട്ടാണ് നടക്കുക, ഈ തലക്കുന്ന ആ തലക്കിലരെ. നമ്മളിനി അല്ലെങ്കിലും എന്താ വലിയ പരിപാടി കഴിഞ്ഞിട്ട് എത്തുള്ളൂ. അങ്ങനെ KLFന്റെ പരിപാടിയൊക്കെ അടുത്ത ജൂണ്, കാരണം നമ്മളെത്തിക്കൊണ്ട് 12 മണിക്കല്ലേ. അങ്ങനെ പിന്നെ പതിവ് തെറ്റിക്കാതെ നമ്മൾ തുടങ്ങി ഇപ്പൊരു ടീമെന്ന് തന്നെ. ഫസ്റ്റ് തന്നെ പിന്നെ നല്ല അണ്ടിയുള്ള മാങ്ങ ചിപ്പ് തിരഞ്ഞെടുത്തുക്കണം. ഇതാണ് നമ്മൾ അണ്ടിയുള്ള മാങ്ങ തിന്നുമ്പോൾ എക്സ്പ്രഷൻ ഒന്ന് നോക്കി ഓളിട്ടാ ഇപ്പം വരും. അത് കഴിഞ്ഞ് കാണി നമുക്ക് എന്താ ഒരു പൈനാപ്പിൾ എടുക്കാം. അങ്ങനെ ഒരു ബായി നമുക്ക് പൈനാപ്പിൾ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ബായി അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പൈനാപ്പിൾ തിന്നുമ്പോൾ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരട്ടാ, നോക്കിയോളി. ഇതെങ്ങനെയുണ്ട് നോക്കിയിട്ടാ. ഇവിടുത്തെ മസാല ഒരു അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ചിപ്പുനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്യിപ്പിച്ച. വെറുതെ നോണയാ നിൽക്കണ്ടട്ടാ, തരത്തില്ല. അതേ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ചുരൻഡേസ് മുക്കിയാണ്. കോഴിക്കോട് എത്തിയാൽ പിന്നെ ചുരൻഡേസ് മുക്കിയാണ്. അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. നമ്മളൊന്ന് തിരിഞ്ഞപ്പോത്തിന് അടുത്തും വാങ്ങിക്കണം കേട്ടോ. ഇതെന്താ സാധനം നിങ്ങൾക്ക് വല്ല ഐഡിയ ഇല്ല. ഏതായാലും തിന്നാൻ തുടങ്ങിക്കണം. നല്ല അടിപൊളി ഹോം തിയേറ്ററും കാര്യങ്ങളും പോട്ടൊക്കെ നല്ല സെറ്റപ്പ്, നല്ല വൈബിൽ ഇങ്ങനെ കുത്തർക്കവിടെ. പിന്നെ ഒന്ന് കറങ്ങി തിരിഞ്ഞപ്പോഴാണ് അവര് കറക്കിയർ അവിടെ കണ്ടത്. നമ്മളെ ഭായിമാരെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ. പിന്നെ അതിന്റെ അപ്പുറത്ത് ദുൽഖർ സൽമാന്റെ ഒരു യോയോ. ജാംബോന്റെ കാലത്ത് കൊടുന്ന വെച്ച സാധനങ്ങളൊക്കെയാണ് അവന്റെ ബാക്കിൽ സമ്മാനമായിട്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതൊക്കെ കിട്ടുമോന്നാവാം. കച്ചവടക്കാരൊക്കെ ഫുള്ള് ഓണാണ് ഈ നേരത്തും. അപ്പോൾ ഓക്കെ മക്കളെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.